പരിശുദ്ധ അമ്മ വഴിയായി, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് എൻ്റെ ഉടമ്പടി മൂലം കർത്താവ് എനിക്ക് ചെയ്തെന്ന വലിയ അത്ഭുത പ്രവൃത്തികളാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അങ്കമാലി കറുകുറ്റിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ഡാലി എന്നാണ്. പന്തക്കൽ വിസ്ത മദർ തെരേസ ചർച്ചാണ് എൻ്റെ ദേവാലയം. 2023 ജൂൺ മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ കണ്ണിൽ പുര ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂപ്പൽ വന്ന് വീണിട്ട് എൻ്റെ കണ്ണിലും എൻ്റെ മുഖത്തും വലിയ നീരുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചിട്ട് അത് മാറി. വീണ്ടും വരും, ഞാൻ ഡോക്ടറെ കാണാൻ പോകും, വീണ്ടും വരും, ഇത് മാറും വരും. അങ്ങനെ ആയി കഴിയുമ്പോൾ എനിക്ക് പേടിയായി. ഇതിങ്ങനെ നിറച്ച് നീരായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞാൻ ഉടമ്പടിയിൽ ഈ ഒരു നിയോഗം ഇതാണ് വെച്ചത്. ഒരു ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തൈലം എടുത്ത് കുരിശ് വരച്ചപ്പോൾ രാവിലെ 5:30 മണിക്ക് നീരുള്ള ഈ ഭാഗങ്ങളെല്ലാം മുഖത്തും എല്ലാ ഭാഗങ്ങളിലും ഞാൻ ഉടമ്പടി തൈലം പുരട്ടി ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എൻ്റെ നീര് അപ്പാടെ മാറിപ്പോയി. ഒരു ദിവസം ഞാൻ സ്കൂട്ടറിൽ സഞ്ചരിക്കവേ ഒരു ഓട്ടോറിക്ഷ വന്ന് എൻ്റെ സ്കൂട്ടറിൽ തട്ടിയപ്പോൾ ഞാൻ മുകളിലേക്ക് പൊന്തി റോഡിലേക്ക് തെറിച്ച് വീണു. ഒരു പൂമ്മ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഓട്ടോറിക്ഷക്കാരും ഇവരെടുത്ത് എന്നെ വെറുതെ ഒന്ന് ആശുപത്രിയിൽ പോകാം, പരിശോധിക്കാം എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് എക്സ്റേ ഒക്കെ എടുത്തൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പോറൽ പോലും ഉണ്ടായില്ല. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ്. പരിശുദ്ധ അമ്മയുടെ കീ ചെയിൻ എൻ്റെ സ്കൂട്ടറിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ വീടിൻ്റെ ആധാരം 19 വർഷമായിട്ട് ഞങ്ങളുടെ സഹോദരൻ്റെ കയ്യിലായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴിയായി, പ്രാർത്ഥന വഴിയായിട്ട് ഒരു തടസ്സവും കൂടാതെ ആ ആധാരം തിരിച്ച് എഴുതി തന്നു. ഒരു ദിവസം രാവിലെ വെളുപ്പാങ്കാലത്ത് എന്നോട് 4 മണിയായി കഴിഞ്ഞ നേരത്ത് എന്നോട് മാതാവ് എന്നെ കണ്ണ് ഉറപ്പിച്ചിട്ട് പറഞ്ഞു ഈ ആധാരത്തിൻ്റെ പോക്കുവരവ് നടത്തണമെന്ന്. ഞാനന്ന് അത് കേട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നോട് മാതാവ് ഇതുപോലെ തന്നെ എഴുന്നേൽപ്പിച്ചിട്ട് കണ്ണുറപ്പിച്ചിട്ട് പറഞ്ഞു ഇന്ന് തന്നെ മസ്റ്റായിട്ട് പോക്കുവരവ് നടത്തണം. ആ മാതാവ് പറഞ്ഞതല്ലേ. ഞാൻ ധൈര്യത്തോടെ ആധാരം എടുത്ത് വില്ലേജ് ഓഫീസിലേക്ക് പോയി. അവിടെ ഉപ്പിട്ട് കയറി ചെന്നു. വില്ലേജ് ഓഫീസർ അവിടെ 2 മിനിറ്റ് ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ പോക്കുവരവ് നടത്തി തന്നു. പിന്നീട് വന്ന ആളുകൾക്ക് പല അപേക്ഷാഫോറങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. ചിലരെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വീടിൻ്റെ ട്രാൻസ്ഫറും ഞങ്ങളുടെ പേരിലേക്ക് തിരിച്ച് എഴുതി തരുവാൻ വേണ്ടിയിട്ട് വെളുപ്പാങ്കാലത്ത് തന്നെ ഇതുപോലെ 4 മണി കഴിഞ്ഞ സമയത്ത് മാതാവ് എന്നോട് പറഞ്ഞു വീടിൻ്റെ ട്രാൻസ്ഫർ ഇന്ന് തന്നെ വേഗം ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ മാതാവ് പറഞ്ഞതനുസരിച്ച് അതുപോലെ തന്നെ പോയി വീടിൻ്റെ ട്രാൻസ്ഫർ എനിക്ക് അതൊരു തടസ്സവും കൂടാതെ ഉപ്പിട്ട് പഞ്ചായത്ത് ഓഫീസിൽ കയറി ചെല്ലും. എനിക്കൊരു തടസ്സവും കൂടാതെ ആ ട്രാൻസ്ഫറും ചെയ്തു തന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മയാണ് എനിക്ക് ചെയ്തത്. ഞാൻ പോലും ചോദിക്കാതെ അങ്ങോട്ട് എല്ലാം എനിക്ക് മാതാവാണ് കർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു തന്നു. 3 വർഷമായിട്ട് ഞാനൊരു കടമുറി പണിയണമെന്ന് വിചാരിച്ചിട്ട് ആ കടമുറിക്ക് പല തടസ്സങ്ങളും ഒത്തിരിയേറെ വിഷമതകളും ഞാൻ എല്ലാ ദിവസവും രാത്രിയും പകലും ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയും പ്രാർത്ഥനയും ഫലമായിട്ട് എന്തെല്ലാം തടസ്സം വന്നാലും ആ തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോകും. അച്ഛൻ എന്നോട് പറഞ്ഞു ഉപ്പ് നീര് തളിക്കണം എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ ചെയ്യും. ആ റൂമിൻ്റെ ചുറ്റും ഞാൻ ഉപ്പിടാറുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. വെഞ്ചിരിച്ച ഇവിടെ നിന്ന് കിട്ടിയ ആ ഉപ്പാണ് ഞാൻ ആ ഉപ്പ് ഇടാറുണ്ട്. വീടിന് ചുറ്റും അങ്ങനെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആ കടമുറി ഒരു തടസ്സവും കൂടാതെ ഇങ്ങനെ പണിത് പൂർത്തീകരിച്ചു വന്നു. വ്യാഴാഴ്ച അതിൻ്റെ വെഞ്ചിരിപ്പായിരുന്നു. വെഞ്ചിരിപ്പ് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന് ഞാൻ മാതാവിനോട് ഞാൻ പറയുകയുണ്ടായി. അതാണ് ഞാൻ ഇപ്പോൾ തന്നെ വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് പ്രവർത്തിച്ചു വരുന്നു. ലേഡീസിനും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. നല്ല കടയായിട്ട് അത് വരുന്നു.
അതിൽ നിറയ്ക്കേണ്ട സാധനങ്ങൾ ഒത്തിരിയേറെ പല വിധത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് അത് നിറയ്ക്കണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് നീ എനിക്കത് ക്രമീകരിച്ച് തരണേ, നല്ല ഭംഗിയായിട്ട് ഏറ്റവും നിൻ്റെ മഹത്വപ്പെടുത്തുവാനായിട്ട് എനിക്കത് തരണേ. അപ്പോൾ അതുപോലെ ആ പൈസയുടെ വഴി ഇന്ന വഴിയായിട്ട് ഇന്നതുപോലെ ആ പൈസ നിനക്ക് ലഭിക്കും, നീ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നു. എനിക്ക് അത്രയും പൈസ എനിക്ക് എത്ര രൂപ മാതാവ് ഞാൻ എടുക്കേണ്ടത്, അതിൽ നിന്ന് മാതാവ് അതിൻ്റെ ആ പൈസ തന്നെ എന്നോട് ഇത്രയും പൈസ നീ അതിൽ നിന്ന് എടുക്കുക എന്ന്. ഞാൻ മറന്നു കിടക്കുകയായിരുന്നു. ആ പൈസ എനിക്കത് അതുപോലെ തന്നെ ലഭിച്ചു. അങ്ങനെ അതിങ്ങനെ പൂർത്തീകരിച്ച് ഭംഗിയായിട്ട് വരുന്നു. കറുകുറ്റി പഞ്ചായത്തിലെ സ്ത്രീകൾ നടത്തുന്ന ഏറ്റവും ആദ്യത്തെ കട തന്നെയാണെന്ന് എന്നോട് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു. മാതാവിൻ്റെ മധ്യസ്ഥം വഴിയായിട്ട് തന്നെയാണത്. എനിക്ക് ഒരു യോഗ്യതയുമില്ല, 100% അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഇത് നടന്നു വരുന്നത്. ഞാനിപ്പോൾ 13ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ ഇപ്പോൾ ഈശോയുമായിട്ട് മാതാവുമായിട്ട് നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെടാറുണ്ട്. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനു മുമ്പേ ഈശോ മാതാവിനോട് അത് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ടൈമിൽ സംസാരിക്കാറുണ്ട്. അങ്ങനെ എങ്ങനെയാണ് അത് നമുക്കറിയാലോ. ഉടമ്പടി എടുത്താൽ അതിനെങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതും നമുക്കറിയാം. മാതാവ് തന്നെ അത് ചെയ്തു തരുന്നു, എന്നെ നേർവഴിയിലൂടെ ചരിച്ചു പോകുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ലെപ്രസിയിലെ കുഷ്ഠരോഗാശുപത്രികളിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഞാൻ ഉണ്ടാക്കി പ്രാർത്ഥിച്ച് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അവിടെ വാർഡുകളിൽ, സ്ത്രീകളുടെ വാർഡുകൾ. ആദ്യത്തെ ദിവസം ഞാൻ പോകുമ്പോൾ എനിക്ക് വലിയ ഭയമായിരുന്നു. ഞാനത് കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ച് പേടിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കൈ കഴുകുമ്പോൾ ഞാൻ അവരെ സ്പർശിച്ചില്ല, ഒന്നുമില്ല, എന്തെങ്കിലും എനിക്ക് പേടിയായിരുന്നു. വീട്ടിലെത്തി കൈ കഴുകി ഞാൻ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ മടങ്ങുമ്പോൾ പറയാണ് ഒരു സ്വരം, ദൈവസ്വരം, നിൻ്റെ കാൽപാദങ്ങൾ ആ വാതിൽപ്പടിയിൽ നിന്നും പിന്മാറരുതെന്ന്. ആ നിമിഷം തന്നെ എന്നെ ബാധിച്ച്, എന്നെ ഉള്ളിലൊരു ഭയം പോലെ നിന്നിരുന്ന ആ ഭയം എൻ്റെ നിന്നും പെട്ടെന്ന് മാറിപ്പോയിട്ട് എനിക്ക് അവരെല്ലാം ഈശോയായിട്ട് തോന്നിപ്പോയി. വളരെ വലിയ സ്നേഹം. പിന്നീട് ഞാൻ അവർക്ക് വസ്ത്രങ്ങൾ, ആ വാർഡുകളിലാകെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ വസ്ത്രങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ഭക്ഷണം മേടിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ അവരുടെ ഒരു സ്നേഹിത പോലെ ഞാൻ നിൽക്കും. പിന്നെ മാനസികാശുപത്രികളിൽ പോകാറുണ്ട്, അവരെ ശുശ്രൂഷ ചെയ്യാറുണ്ട്. വഴിയോരങ്ങളിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം ഈ മാതാവിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവർക്ക് കൊടുക്കും. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കും. ഒത്തിരി പ്രാർത്ഥിച്ച് അവരുടെ കുടുംബങ്ങളിൽ ഈശോ വളരട്ടെ എന്ന്, എല്ലാവരിലും ഈശോ വളർന്നു വരട്ടെ എന്ന്. കാരാഗ്രഹത്തിൽ ഞാൻ പോയി അവിടെ കയറ്റില്ല എങ്കിൽ അവരുടെ ചുറ്റി ഞാൻ കൊന്ത ചൊല്ലാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകാറുണ്ട്. 2 ആഴ്ചയ്ക്ക് അപ്പുറം പോകാതെയോ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. ഞായറാഴ്ചകളിൽ മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ ധ്യാനം കൂടാറുണ്ട്. രാവിലെയും വൈകിട്ടുള്ള ഇവിടുത്തെ പ്രാർത്ഥനകൾ, പിന്നെ 5:30 മണിക്കുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥന, ഇതെല്ലാം മുടക്കം കൂടാതെ കൂടാറുണ്ട്. ബൈബിൾ വായനയുണ്ട്. എക്സ്ട്രാ കൊന്ത പറ്റുമ്പോഴൊക്കെ ഞാൻ ചൊല്ലാറുണ്ട്. എല്ലാ രഹസ്യങ്ങളും ചൊല്ലി പോകുന്നു. അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ചകളിൽ ഞാൻ കൂടാറുണ്ട്. ബൈബിൾ ജപമാല, ബൈബിൾ വായിക്കൽ, ഇതൊക്കെ ഒന്നും മുടക്കം കൂടാതെ ഞാൻ ഈ 13 ഉടമ്പടിയും ബ്രേക്കില്ലാതെ തന്നെയാണ്. അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കും. അങ്ങനെ ഞാൻ ഇതുവരെ നിവർത്തിച്ചു പോരുന്നത്. നിത്യതയിലേക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവപിതാവുമായിട്ട് എനിക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഈശോയെ എനിക്ക് കാണാറുണ്ട്. മാതാവിനെ ഞാൻ ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മാതാവ് വെള്ള നൈറ്റിയിൽ നീല പൂക്കളുമായിട്ട് ഇരിക്കുന്ന മാതാവ് എൻ്റെ അടുത്ത് നിന്ന് എന്നോട് സാന്ത്വനിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈശോ തന്നെ എന്നെ പ്രാർത്ഥനയിൽ ദർശനമായിട്ട് എന്നോട് പീഡാസഹനത്തിൻ്റെ ഈശോ, തൊലിയൊന്നും കാണാതെ രക്തം മാത്രം നിൽക്കുന്ന മാംസപിണ്ഡമായിട്ട് നിൽക്കുന്ന ഈശോയെ, എന്നെ നോക്കുന്ന ഈശോ, നല്ല തിളങ്ങുന്ന കണ്ണുകൾ, മങ്ങാത്ത കണ്ണുകളായിട്ട് നല്ല എല്ലാ വേദനകളും എല്ലാം സഹിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയെ ഞാൻ ദർശിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ മുഴുവനും ഈ ഉടമ്പടി വഴിയായിട്ട്, എനിക്കൊരു യോഗ്യതയുമില്ലാതെ ഈ ഉടമ്പടി വഴിയായിട്ടാണ് തന്നെയാണ് എനിക്കിതെല്ലാം ലഭിച്ചത്. ഒത്തിരി നന്ദി. ദൈവത്തിന് ഒത്തിരി മഹത്വം. ഈശോയ്ക്ക് നന്ദി, സ്തുതിയും മഹത്വം. പരിശുദ്ധ അമ്മയ്ക്ക് സ്വസ്ത്രം. 1000 ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് സ്വസ്ത്രം.
തൻ്റെ തൂവല് കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. സങ്കീർത്തനം 91:4 വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുത്തതും ഈ കടമുറി തുടക്കാനായിട്ട് 3 വർഷം തടസ്സമുണ്ടായിരുന്ന ഉടമ്പടി എടുത്തതിന് ശേഷം സമയച്ചുരുക്കത്തിന് അമ്മയുടെ ഇടപെടലിലൂടെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും ക്രമീകരിച്ച് കൊടുക്കുന്നതെല്ലാം ഉടമ്പടിയിലെ ഒരുപക്ഷെ അവിശ്വസ്തത കണ്ടിട്ടാവാം. അങ്ങനെയെല്ലാം ഈ മകളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ നേരിട്ടായുള്ള ഒരു ഇടപെടലാണ്, അമ്മയുടെ സാന്നിധ്യമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. ആ സാന്നിധ്യത്തിൽ കൂടെ തന്നെയാണ് അമ്മ തന്നെ സംസാരിക്കുകയാണ് ഈ മകളോട്. ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് സംസാരിക്കുമെന്നാണ് ഈ സഹോദരി നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമെല്ലാം പത്രം കൊടുക്കുകയും കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം ഈശോയുടെ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കുകയാണ്. അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും മകൾക്കുള്ള ആ തീഷ്ണത, ആ ശ്രമം, ഇതെല്ലാം ഒരുപക്ഷെ ഈശോയും അമ്മയും കാണാതിരുന്നിട്ടില്ല, കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ മകളുടെ കൂടെ നിന്ന് സംരക്ഷിക്കുന്ന ആ അമ്മയുടെ ഈശോയുടെയും സ്നേഹവും വാത്സല്യവും കരുണയും ഒക്കെ അനുഭവിച്ചറിയാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും സങ്കീർത്തനം 91:4 പൂർത്തിയാകാനായിട്ട് പ്രാർത്ഥിക്കാം. തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. നമുക്കും അത് വിശ്വസിക്കാം. ആ തൂവലിൻ്റെ കീഴിൽ നമുക്കും ഉറച്ചു വിശ്വസിക്കാം. നമ്മളെ മറച്ചു കൊള്ളുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെയും വിട്ടുകൊടുക്കാം. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. ആ ചിറകിൻ്റെ കീഴിൽ അഭയത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. വിശ്വസ്തയോടെ, തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഡാളിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.